വിട്ടുപിരിയാതെ നന്മ ചെയ്യുന്ന ഒരു ദൈവം. ഈ ലോകത്തിലുള്ള എല്ലാവരും നമ്മളെ വിട്ടുപിരിയും, എന്നാൽ നമ്മുടെ കർത്താവ് നമ്മെ ഒരിക്കലും വിട്ടുപിരിക്കുക. നമുക്കറിയാം, കൊറോണ സമയ കാലഘട്ടങ്ങളിൽ ബന്ധങ്ങൾ, ഭാര്യയും ഭർത്താവും മക്കളും അടക്കം വലിയ വലിയ റിലേഷൻഷിപ്പുകൾ ഒരിക്കലും പിരിയാത്ത ബന്ധങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞ് വിശ്വസിച്ച് മാനുഷിക ബന്ധങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്ത് ഓടുന്നവരാണ് നമ്മളൊക്കെ. പക്ഷേ ആ മാനുഷിക ബന്ധങ്ങളൊക്കെ ഒരു മരണക്കുഴി വരെ മാത്രമേ കാണത്തുള്ളൂ. എല്ലാവരും ആ മരണക്കുഴിയുടെ അടുത്ത് വന്ന് നമ്മൾ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട് സ്നേഹിച്ചവരൊക്കെ നമ്മളെ കൈവിട്ട് നമ്മളെ പിരിയുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ഒരു നാളും വിട്ടു പിരികയില്ല. യിരെമ്യാവിന്റെ പുസ്തകം 32:40 വാക്യം പറയുകയാണ്, ഞാൻ വിട്ടു പിരിയാതെ നിന്നോടുകൂടെ ഇരുന്ന് ഞാൻ നന്മ ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യര് ഒരിക്കലും ഒരു നന്മ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മൾ വിശ്വസിക്കുന്ന പല ബന്ധങ്ങളും നമ്മളെ കൂടെ ചേർന്നൊക്കെ നടക്കുമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിലേ അവരെ നന്മ ചെയ്യത്തുള്ളൂ. പക്ഷേ ദൈവം അങ്ങനെയല്ല. ആ കർത്താവിനെ നമ്മൾ മുറുകെ പിടിച്ചാൽ, ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കിയാൽ, എങ്കിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിതമായി എന്ന് വചനം പറയുന്നു. അവരുടെ മുഖം ലജ്ജിച്ചു പോകയില്ല എന്ന് വചനം പറയുന്നു. നമ്മൾ പലപ്പോഴും ലജ്ജിക്കാൻ എന്താണ് കാരണം? നമ്മൾ ആശ്രയിക്കുന്നത് മനുഷ്യരിലാണ്, പണത്തിലാണ്. നമ്മുടെ ആശ്രയങ്ങളെല്ലാം അവസാനിക്കും. ഉണ്ടായിരുന്ന കോടിക്കണക്കിന് പണം ഉണ്ടായിരുന്നവരൊക്കെ കൊറോണ വന്നപ്പോൾ ആ പണം അവരെ രക്ഷിച്ചില്ല. നല്ല ബന്ധങ്ങൾ വിശ്വസിച്ചു വരുന്നവർക്ക് ആ ബന്ധങ്ങൾ അവരെ ഒരിക്കലും ഐശ്വര്യക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുന്നില്ല. ചില പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വിശ്വസിച്ചവരെല്ലാം നമ്മളെ കൈവിടും. പക്ഷെ ഒരു നാളും നിന്നെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്. ആ കർത്താവ് ഇന്ന് പകൽ പറയുകയാണ്, ഞാൻ നിന്നെ വിട്ടുപിരിയാതെ നിന്നോടുകൂടെ ഇരുന്ന് ഞാൻ നിനക്ക് ആയുഷ്കാലം നന്മ ചെയ്തുകൊണ്ടേയിരിക്കും. 23-ാമത്തെ സങ്കീർത്തനം പറയുന്നത് പോലെ, നിന്റെ ഇടയൻ, നീ ആശ്രയിക്കുന്ന ദൈവം ഈ കർത്താവായ യേശു. നിന്റെ സഹായം എവിടെ നിന്നാണ് വരുന്നത്? 121-ാം സങ്കീർത്തനം പറയുന്നു, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ഞാൻ പറയട്ടെ, നീ കർത്താവിന്റെ കൂടെ സംസാരിക്കാൻ തുടങ്ങിയാൽ അവൻ നിന്റെ കൂടെ നടക്കാൻ തുടങ്ങും. നല്ലൊരു കൂട്ടുകാരനായി, നല്ലൊരു അപ്പനായി, നല്ല മൂത്ത സഹോദരനായി, ഒരു മധ്യസ്ഥനായി, ഒരു നിന്നെ രക്ഷിക്കുന്നവൻ രക്ഷകനായി ആ കർത്താവ് നിന്റെ കൂടെ ദിനം പ്രതി നടക്കാൻ തുടങ്ങുമ്പോൾ, ഹാനോക്കിനെ പോലെ ദൈവത്തിന്റെ കൂടെ നീ നടക്കാൻ തുടങ്ങുമ്പോൾ, കർത്താവ് പറയുന്ന ഒരിക്കലും വിട്ടുപിരിയാതെ നിന്റെ കൂടെ നടക്കുകയും ആ ദൈവം നിനക്ക് നന്മ ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് ആത്മാവിന്റെ ദൂത് പറയുന്ന ഇന്നത്തെ ദിവസം വിട്ടുപിരിയാത്തൊരു ദൈവം, നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവം. കർത്താവെ, ഈ ദൂത് കേൾക്കുന്ന ഈ ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും പിരിയാത്ത ഒരു ബന്ധുവായി എന്റെ ദൈവം അവരുടെ കൂടെ ചേർന്നിരിക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ദിവസം നടക്കട്ടെ. വിട്ടുപിരിയാത്തൊരു സ്നേഹബന്ധം ആ ലോകത്തിൽ ഒരിക്കലും ഉപേക്ഷിക്കത്ത. പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന് അരുളി ചെയ്ത ആ ദൈവം പറയുന്നു, വിട്ടുപിരിയാതെ ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് ഞാൻ നിനക്ക് നന്മ ചെയ്തുകൊണ്ടേയിരിക്കും. ഇൻ ജീസസ് നെയിം, ആമേൻ.